ഗാന്ധിജിന്റെ കബറ്. അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പോയ 2-3 ദിവസത്തെ വിശേഷങ്ങളാണ്. 2-3 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. മുഹറം 9 അന്ന് വൈകുന്നേരത്ത് മക്കള് സ്കൂളൊക്കെ വിട്ടതിന് ശേഷം വൈകുന്നേരം ആയിട്ടോ ഞാനിവിടെ എത്താന്. അപ്പൊ അന്നത്തെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം മുഹറം 10 അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളും മദ്രസൊക്കെ ലീവാണ്. അപ്പൊ ശനിയാഴ്ച സ്കൂളും ലീവായിരിക്കും, മദ്രസ ലീവാണ് ഓൾറെഡി ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ 2 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇവിടത്തെ ഇപ്പം പറയുന്നത് കേട്ടു ശനിയാഴ്ച സ്കൂൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആ ശനിയാഴ്ചത്തെ സ്കൂളൊക്കെ അങ്ങോട്ട് കട്ടാക്കി. അപ്പോൾ പെലച്ചക്ക് നീച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ വലിയവരൊക്കെ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും നോമ്പില്ല. അപ്പോൾ ഓൽക്കുള്ള സേമിയ, റാഗി സേമിയ പുട്ടൊക്കെ നാത്തൂന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൽക്കൊക്കെ ഉള്ളതൊക്കെ ഞാൻ പാത്രത്തിലൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ് മക്കൾക്കൊക്കെ. മുഹറം 9 അന്ന് ഞാനും നോമ്പൊന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു എത്താൻ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് കുട്ടീനൊക്കെ എടുത്ത് പോരുന്നതുകൊണ്ട് ബസ്സിലൊക്കെ പോരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അഥവാ കുഴങ്ങിയാലോ എന്ന് പേടിച്ചിട്ട് അന്ന് നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ല, വൈകുന്നേരത്തെ ആ സമയത്ത് പോരുമ്പോൾ ഒരു ബുദ്ധിമുട്ടേക്കാരം. അങ്ങനെ പിന്നെ മക്കൾക്ക് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് റാഗി സേമിയ അങ്ങനെ തേങ്ങയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഓ കടലപ്പൊടി വേണം. പഴല്ലേ? എന്നാ പിന്നെ പഴംപൊരി ഉണ്ടാക്കിയ പോരെ? വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് എണ്ണക്കടി വേണം എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ രാവിലെ തന്നെ ഞാനും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഉമ്മ കൊക്കവട ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പഴം ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈദപ്പൊടി ഉണ്ട്. അപ്പൊ എന്നാ പഴംപൊരി ആക്കാന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യത്തിന് തീരുമാനമാക്കി. എന്താണ് പറന്നു തിന്നേ? മമ്മീജിക്ക് ഇവിടെ കുറച്ച് മല്ലിക ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിലിതാ ചെറുതായിട്ട് പൂവും മുട്ടൊക്കെ വന്ന് തുടങ്ങിയിരിക്കണ്. പൂവായിട്ടില്ല, മുട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുട്ടിക്ക് എപ്പോൾ വരുമ്പോഴും തോട്ടുകൂടെ ഒന്ന് ഉലാത്തണം. ഇന്നും ആ ഉലാത്തല് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. മഴക്കാലാണെങ്കിലും മഴയില്ലല്ലോ, അതുകൊണ്ട് നിറച്ച് വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത് ചക്ക ചാടി ചീഞ്ഞ് കിടക്കാണ് കേട്ടോ. പല ജന്തുക്കൾ ചീഞ്ഞ് കിടക്കണമെന്ന് തോന്നും കാണുമ്പോൾ. കണ്ടോ, മഴക്കാലം ആയതുകൊണ്ടും മഴ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇത് നിറഞ്ഞ് ഒഴുകേണ്ട സമയമാണ് കേട്ടോ. ഓൽക്ക് എപ്പോൾ വരുമ്പോഴും ഈ തോട്ടുകൂടെ ഒന്ന് പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പൊ ഞാനും മക്കളും ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. ഓന് കൈ പിടിച്ചാൻ വേണ്ടി പറഞ്ഞതാണേ. കൈ പിടിച്ച് രണ്ടാൾക്ക് ഇതിലിങ്ങനെ നടക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തൽക്കാലം എൻ്റെ കോളർമ പിടിച്ച് ഞാൻ ഓൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്ന് കാല് തെറ്റിയാൽ ആ തോട്ടക്ക് വീഴുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. നടക്കാനുള്ള സ്പേസ് ഒക്കെ ഒരാൾക്ക് ഇങ്ങനെ നടക്കാം, രണ്ടാൾക്ക് പരന്ന് നടക്കാനുള്ള സ്ഥലം ഇല്ല. ആ ഒരു രീതിയിൽ ഇവിടെയൊക്കെ നിറച്ച് ആകെ മൊത്തം പച്ചപ്പും ഹരിതാപവുമായി നിറഞ്ഞു നടക്കുകയാണ് കേട്ടോ. കമ്മൽ ചെടികളുടെ വെള്ളയാട്ടം തന്നെയാണ്. പിന്നെ ഇവിടെ ഇതിൽ പാമ്പുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാതില്ല, ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതില് നടവഴി മാത്രം പുല്ല് ആവാതെ കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാർ നടന്നു പോണ വഴിയാണ് കേട്ടോ. ഈ ചെക്കന് പെണ്ണുങ്ങളെ ചെരുപ്പൊക്കെ ഇട്ടിക്കണത്, പെണ്ണുങ്ങളെ ചെരുപ്പ് ഇട്ടിക്കണത് ചീച്ചി അയക്കണോ? എന്റെ മേത്ത് കാലൊട്ടിച്ചല്ലേട്ടാ. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോണ വഴി ആയതുകൊണ്ട് തന്നെ ആ നടവഴി മാത്രം ഇങ്ങനെ ഒഴിഞ്ഞ് കാട് കിടക്കണ്ടേനി. പിന്നെ ഇതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ കാട് പിടിച്ച് ആ പോണ വഴികളിലൊക്കെ ചളി നിറഞ്ഞ് വെള്ളക്കായി അങ്ങനെയൊക്കെ ഉള്ളതാണ്. മഴക്കാലാണെങ്കിലും ഇടക്കും തലക്കൊക്കെ മഴ പെയ്യുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിണിത ഫലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെനിക്കുട്ടനൊക്കെ ഒന്ന് അവിടെ വീണു, അതിന്റെ പോലാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. പിന്നെ അതിന്റെ ഇടയിൽ അവിടെ ചെരുപ്പൊക്കെ പൂണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വലിച്ചെടുത്ത് ഞങ്ങൾ വീണ്ടും ചെരുപ്പൊക്കെ ഇട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. എന്തായാലും കഴുകാനെ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ വെള്ളമുണ്ട്. അപ്പൊ അവിടെ കഴുകാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഓനൊക്കെ എടുത്ത് ഇതാ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ.
അന്ന് ഈ തോട് ഒരു ചെറു തോട് പോലെയൊന്നും അല്ല കേട്ടോ, കുറച്ചും കൂടി വലിയതായിട്ട് ഒരു നല്ല പോലെ കുറച്ചധികം വിസ്താരമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു തോടേനി കേട്ടോ. അത്യാവശ്യം രണ്ടും മൂന്നും കല്ലൊക്കെ ഇട്ട് ഒരുപാട് ആളുകൾ ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഈ തോട്ടിലാണ് കേട്ടോ വന്നിട്ട് കുളിക്കുക. അപ്പൊ ഏത് സമയത്ത് വന്നാലും തിരുമ്മാനും ഒക്കെ ആരെങ്കിലുമൊക്കെ കൂട്ടിന് ആൾക്കാരുണ്ടാവും. ഓരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി. പക്ഷെ ഇവന് വെള്ളം പേടിയാണ് കേട്ടോ. പണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് വെള്ളത്തിൽ ആ ഉപ്പ് വെള്ളത്തിൽ ഫുൾ ഉലാത്തീന ആളാണ് ഇവൻ ഇപ്പൊ കുറെ ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ ആയിട്ടാ തോന്നുന്നുണ്ട്. കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര പേടിട്ടോ. ഞാൻ വിളിച്ചപ്പോഴൊന്നും വന്നില്ല. വള്ളത്തുനിന്ന് പോരാൻ തോന്നുന്നില്ല ഇപ്പോ. ആ പോരി പോരി. മാണ്ടവന് പേടിയാണ് വള്ളത്തിൽ ഇറങ്ങണ്ടല്ലോ. ആ മാണ്ട ഓനവിടെ ഇരുത്താം. ഗാന്ധിജിന്റെ കബറ്, ഒരു ഗാന്ധിജിന്റെ കബർ അതാ. കുറെ മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ, ഇത് ഗാന്ധിജിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഗാന്ധിജിന്റെ ഖബറാണ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഒക്കെ ഒഴിഞ്ഞ് ഇഷ്ടം പോലെ റബ്ബർ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതൊക്കെ പിന്നെ വെട്ടി അങ്ങനെ ആയതാണ്. ഈ തോടൊക്കെ ഇപ്പൊ ഇങ്ങനെ കെട്ടി കെട്ടി ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആയി തിരിച്ചപ്പോൾ അങ്ങനെ കെട്ടി തോട് ചെറുതായതാണ് കേട്ടോ. ഇതാണ് ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇത് പറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് ആ ചെടി. ചിലരൊക്കെ കമന്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പറിക്കായിട്ട് ഞങ്ങൾക്കാണ് ഇടങ്ങേറ്. ഇത് കലാത്തിയാണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അറിയണോല് പറഞ്ഞോളിട്ടോ കലാത്തിയാണോ എന്നുള്ളത്. അന്ന് ഇത് കലാത്തിയാണ്, ഇത് പറിച്ചു കൊണ്ടിരണം, ആ പേരൻ്റെ മുന്നിൽ നടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിന് കേട്ടോ. പക്ഷേ ഇപ്പം എന്താണാവോ ആ ആഗ്രഹങ്ങൾ നശിച്ചുപോയി. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ പറിക്കാനുള്ള ഒരു ത്വരയൊന്നും തോന്നുന്നില്ല. കാരണം ഇത് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വലിയതായിട്ട് വരുമെന്ന്. അപ്പോൾ പിന്നെ ജനൽമക്കൊക്കെ വന്ന് തട്ടുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്നും പറിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ വലിയ വലിയ ചെടികളുള്ളൂ, ഇതിൻ്റെ ഒന്നും ചെറുതൊന്നും ഇവിടെ കാണാൻ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കലാത്തിയാണോ ആണെങ്കിൽ ഒന്ന് പറഞ്ഞോളിട്ടോ. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ ഞാൻ പറിച്ചാൻ വേണ്ടി നോക്കിയിട്ടോ. പൂവൊക്കെ ചീഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതൊന്നും പറിക്കാനൊന്നും കിട്ടുന്നുണ്ടായില്ല. പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇലിവാരി നിന്ന് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, കുറച്ച് സമയം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആ തോട്ടിലൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അധികം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോങ് വീഡിയോ എടുക്കാൻ ഞാൻ അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മക്കൾക്കൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം അതിലൊക്കെ കളിപ്പിച്ച്. പിന്നെ അസ്ലിക്കുട്ടന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി 3 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബീപ്പ് ശബ്ദം കേട്ടിട്ട് ആരും പേടിച്ചേണ്ട കേട്ടോ. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ ഫാന് ഓൺ ആയതാണ് കേട്ടോ. അങ്ങനെ ജനിക്കുട്ടനും ചേറിലും ചളിയിലൊക്കെ നടന്ന് ഓനെ ഏറ്റിയതിന്റെ ഫലമായിട്ട് ഇന്ന മാക്സിക്ക് ആകെ ആൽഫിൽത്തായി കേട്ടോ. എൻ്റെതല്ല ഇമ്മാൻ്റെ മാക്സി. പിന്നെ എൻ്റെ കൈയും കാലൊന്നും നോക്കേ വേണ്ട, കാലൊക്കെ ആകെ ചേറ്റിൽ മുങ്ങിയിട്ടാണ് കേട്ടോ. ഇടയ്ക്ക് മണ്ണിന്റെ മണവും ചേറിന്റെ മണമൊക്കെ ഒന്ന് ഈ മക്കളും ഒക്കെ ഒന്ന് അറിയട്ടെ. അപ്പൊ പിന്നെ ഓൽക്ക് ഇഷ്ടത്തിന് ഓലും തന്നെ കുറെ ചേറലും ഒക്കെ ചാടി നീച്ച് ഒക്കെ ഞങ്ങൾ ഇതാ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ മുമ്പ് ഞാനിവിടെ ഒരു പാറയൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ, ആ പാറന്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നതും ഒക്കെ ആയിട്ടുള്ള സ്പേസ്, അതൊക്കെയാണ് ഇപ്പൊ ആ കാട് മൂടി കിടക്കുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ പാറങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ചെറിയൊരു ഭാഗം മാത്രം ഇങ്ങനെ ഒരു കറുപ്പ് കണ്ടെങ്കിലേ അതന്നെയാണ് ആ പാറ കേട്ടോ. ബാക്കി അത്രയും ആകെ കാട് പിടിച്ച് കിടക്കാൻ കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു അരിവ് പോലെ ഒഴുകി വരുന്നുണ്ട്. അതാണ് ആ നടുവിലൊരു വര പോലെ നിങ്ങൾ കാണുന്നത് കേട്ടോ. ആ ഒരു തോടിന്റെ ഭാഗത്ത് ആണ് ആ പുല്ല് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇത് മൊത്തം കാടായി കിടക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്താ പിന്നെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് അപ്പുറത്തും മാറുന്നുണ്ട്, അവിടേക്കൊന്നും ഇപ്പോൾ പോക്ക് നടക്കൂല, കാരണം മുട്ടിന്റെ കയറ്റം കാടാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഒരാൾ മുട്ടെത്തി പോവാൻ നല്ല കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കും. ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചൊരു സാധനമാണ് ഇത്. ഇതിന്റെ ഗ്രാൻഡ്മ ഒന്നുണ്ടാക്കി അകത്ത് കയറി വരുമ്പോൾ ഇടുന്ന ചെരുപ്പാണ് കേട്ടോ. പണ്ട് ഓല് അല്ലൽ അറിഞ്ഞു വളർന്നതിൻ്റെയും നമ്മൾ അല്ലൽ അറിയാതെ വളരുന്നതിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് കേട്ടോ. ഈ ചെരുപ്പിന് എത്ര കൊല്ലായി ഉമ്മ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഉമ്മമ്മ പറയാ 4 കൊല്ലായിട്ടുള്ളൂ. അയിമെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ ആയുസ് ഇപ്പൊ അടുത്തൊന്നും തീർക്കാൻ ഉമ്മമ്മ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇനിയും ഒരു 1-2 കൊല്ലം കൂടി ഇത് വെച്ച് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ആ വർത്താനത്ത് വന്ന് മനസ്സിലാക്കിയത്. അപ്പം ഇതുണ്ടല്ലോ, ഇതിന്റെ വാറൊക്കെ പോയിക്കണേ. അപ്പം ഉമ്മ ഈ ജോർജറ്റിന്റെ ഒക്കെ ഷാൾ ഉണ്ടല്ലോ, അതൊന്നും അത്ര പെട്ടെന്ന് കേടരൂലല്ലോ. അങ്ങനത്തെ ഒരു പഴയ ഷാൾ ഉമ്മ കീറിയിട്ട് അത് പിരിച്ച് വാറ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനടക്കമുള്ള ഇപ്പത്തെ തലമുറ ചെയ്യണത് എന്താ വെച്ചാൽ ഒരിത്തിരി ഇതായാൽ അത് മാറ്റും, വേറെ ചെരുപ്പിടും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഒരു വാറൊക്കെ പൊട്ടുകയാണെങ്കിൽ നല്ല പുതിയത് 1-2 മാസമൊക്കെ ആയിട്ടുള്ള ചെരുപ്പാണെങ്കിൽ അതിൻ്റെ വാറ് മാറ്റി വാങ്ങാൻ കിട്ടുമോ നോക്കും. ഇല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ കമ്പിട്ട് കെട്ടി കുറച്ചു കാലം കൂടി ഇടാൻ പറ്റുമോ നോക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെ ഒരു വട്ടയ്ക്ക് ആ ഒരു ശ്രമം നടത്തുള്ളൂ, അത് കഴിഞ്ഞ് ഒഴിവാക്കും. അപ്പം ഇത് ഇമ്മമ്മ പുറത്തേക്കൊന്നും ഇടുന്ന ചെരുപ്പല്ല കേട്ടോ. ഇത് ഇമ്മമ്മക്ക് ഒരു 2-3 ചെരുപ്പൊക്കെ ഉണ്ടാവും.
അപ്പം അത് വാറ് പൊട്ടിയാലും ഇമ്മ മാക്സിമം അതെങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇമ്മ അത് ഒഴിവാക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇത് ഇമ്മ ഒതുണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ ഇടാൻ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പാണ് കേട്ടോ. വേറെ അമ്മക്ക് അകത്തിടാനും പുറത്തിടാനൊക്കെ വേറെ ചെരുപ്പുകളൊക്കെ ഉണ്ട്. എമ്മമാന്റെ ഡ്രസ്സിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. പുതിയ ഡ്രസ്സ് ആരെങ്കിലും വാങ്ങി കൊടുത്താൽ ഓലോട് പറയാം എന്താ വെച്ചാൽ എന്തിനാ പുതിയ ഡ്രസ്സ് വാങ്ങിയത്, എൻ്റെ ഇല്ല മൂന്നാളിനെ കേടന്നിട്ടൊന്നുമില്ലല്ലോ, അത് കേട് വരുമ്പോ വാങ്ങിയ പോലെ എന്നുള്ളതാണ്. അപ്പം ഉമ്മാനെ ഇതിലേക്ക് കുറച്ച് ഇവിടെ നേരം കാണാതേനോ. അപ്പം ഉമ്മ അയലോക്കത്തേക്ക് പോയതേനി. അവിടുന്ന് നല്ല പഴുത്ത ചക്കി കിട്ടിയിട്ടുണ്ടോ. അപ്പൊ അത് വെച്ചിട്ട് വൈകുന്നേരത്ത് നമുക്ക് സെറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് കാര്യം വാർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇന്ന് ആന്റി മക്കളൊക്കെ വന്നത് പ്രമാണിച്ച്, ഇന്നലെ ഞങ്ങൾ എത്തിക്കണല്ലോ, അത് പ്രമാണിച്ച് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ടൊന്നുമില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഓള് ഉറക്കം കൊണ്ടുപോയി ഓള് വീണ്ടും നീച്ചെന്ന് ഇവിടെ കളിയും വർത്താനൊക്കെ ആയിട്ട് ഇരിക്കാണ്. നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ച അവശയായതല്ലേ, ഉച്ചക്ക് കുറച്ച് സമയം ഒന്ന് കടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോ എന്റെ 3 മക്കളും പാടെ ഒരു നിലക്കും എന്നെ അവിടെ കിടക്കാനായിട്ടില്ല കേട്ടോ. ഇന്നെ മാത്രല്ല ഇമ്മാനും, വെറുതെ ഇമ്മാനും ഇന്നൊക്കെ പോയി ഓരോ കാര്യത്തിന് വിളിച്ച് തൊയിരം കെട്ടി അങ്ങനെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോ ഞാൻ നീച്ച് വന്ന് കിച്ചണിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പൊ വൈകുന്നേരത്തിന് തുറക്കാൻ സമയമാകുമ്പോഴത്തേന് പഴംപൊരി ഉണ്ടാക്കണം. അപ്പൊ അതിനുള്ള മാവൊക്കെ ഞാൻ ആദ്യം സെറ്റാക്കി അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് അതിന് മുന്നേ പഴമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനു. അതിൽ പിന്നെ ഞാൻ നിസ്കരിച്ച് വന്നപ്പോഴത്തേന് ഇമ്മ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പൊ പിന്നെ അടുപ്പത്ത് പഴം പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇമ്മ ഈ ഒരു നമ്മളെ ഇൻഡസ് വാലിന്റെ ചട്ടി ഉണ്ടല്ലോ, അയൺ കടായി, അതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇന്നൊന്നും ഞാൻ ഇമ്മക്ക് കൊടുത്തിട്ടില്ലേനോ. ഇമ്മ ഇത് ഇങ്ങനെ പൊരിക്കാനും അതേപോലെ തന്നെ മീൻ പൊരിക്കാനും ഒക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. ഇമ്മക്ക് അടുപ്പത്ത് ആണ് അധികം ഇമ്മക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അയൺ തന്നെ നോക്കി കൊടുത്തത് കേട്ടോ. ഓയ് എന്തേ ഞാൻ ഇവിടെ അടുക്കളയിലമ്മ അപ്പൊ പോരാൻ പറ്റില്ല എന്തേ? അങ്ങനെ ഞാൻ പഴം പൊരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിലാണ് മൂത്തമ്മ കോൾ ചെയ്തിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ഉമ്മ ആ ഫോൺ തരാൻ വേണ്ടിയാണ് വിളിച്ചതേനു. പിന്നെ ഞാൻ ട്രൈപോഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ട്രൈപോഡൊന്നും ഏറ്റി കൊണ്ടുവന്നിട്ടുണ്ടായില്ല. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലിപ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകണതും ഷെയ്ക്ക് ആവണതും ഒക്കെ കേട്ടോ. എന്നാ അങ്ങനെ ക്ഷമിച്ചാളി കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുമ്പോൾ ഇവിടെ പഴുത്ത ചക്ക ഉണ്ടായിനല്ലോ, അത് നമുക്ക് ചുളയൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്മയൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തും ചക്കയും മാങ്ങയും അങ്ങനത്തെ കിട്ടിയാലൊക്കെ കഴിക്കും. അവൾക്ക് അങ്ങനത്തെ നാടൻ സാധനങ്ങളോടാണ് താല്പര്യം. അസിൽക്കുട്ടനെ ചോറും കഞ്ഞിക്കൊന്നും അങ്ങനെ വന്ന് തൊള്ളാടി തരുന്നില്ല കേട്ടോ. ചക്ക അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവന് വന്ന് വാങ്ങി കഴിക്കുന്നത്. ചക്കതാ ഇതിൻ്റെ കുരൊക്കെ കളഞ്ഞിട്ട് 2 പീസാക്കിയിട്ട് അപ്പോൾ പഴം പൊരിച്ച ആ മാവിൽ തന്നെയാണ് കേട്ടോ ഇതും പൊരിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ആ പഴംപൊരിൻ്റെ മാവില്ലേ, ആ പഴം പൊരിച്ചിൻ്റെ ബാക്കി മാവിൽ കൂടെ ഞാൻ കുറച്ചും കൂടി മാവ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഈ പഴം പൊരിക്കും പോലെ തന്നെ 2 ഭാഗം മുക്കിയിട്ട് മാവിലിട്ട് എണ്ണയിലിട്ട് പൊരിച്ച. അപ്പം ഈ പഴം പൊരിച്ചതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഈ ചക്ക പൊരിച്ചത് കേട്ടോ. ചക്ക പൊരിച്ചതാണ് എല്ലാവരും ഫസ്റ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പഴം പൊരിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പൊ ഈ പഴുത്ത ചക്ക വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചിട്ടില്ല കേട്ടോ ഞാനിതുവരെ. അപ്പം ചക്കയാണെങ്കിൽ നല്ല മധുരമുള്ള ചക്കീനെ. അപ്പം ഉമ്മ പറഞ്ഞു അങ്ങനെ ഒന്ന് പൊരിച്ചു വെക്ക്, ബാക്കി മാവിൽ മുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ തുറക്കാനുള്ള വിഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടോ. ജനിക്കുട്ടനാണ് ഉണ്ടാവും മുന്തിരി എടുത്ത് ക്യാമറയിൽ കാണിച്ചു തരുന്നത്. ഓനിപ്പോൾ അതൊക്കെ അങ്ങനെ ശീലായിന്ന് ഞാൻ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ അങ്ങനെ ശീലായി. അങ്ങനെ ഈ ക്ലിപ്സ് ഇതാ നമ്മൾ വന്നതിൻ്റെ 3ാമത്തെ ദിവസം എടുത്തതാണ് കേട്ടോ. 2ാമത്തെ ദിവസം നോമ്പ് തുറക്കാനൊരു സമയമായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ആ ഒരു തുറന്ന ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഒന്നും എനിക്ക് കഴിക്കാനും വേണ്ട. ഞാൻ തലവേദന എടുത്തിട്ട് ആകെ ഒരുമാതിരി കോലത്തിലായിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ അന്ന് ഞാൻ നേരത്തെ കടന്നിട്ടുണ്ടായിനി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ പിറ്റത്തെ ദിവസം കുറച്ച് ക്ലിപ്സുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം രാവിലെ നീച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലൊക്കെ ഇനി. പിന്നെ ചെറുതായിട്ടൊരു പനിയും മേലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ച കഴിയണ വരെ ഞാനൊരു അഡ്മിറ്റായ മാതിരിയായിരുന്നു. ഗുളിക കുടിച്ചു കടന്നു. പിന്നെ ഒരു ഉറക്കൊക്കെ ഉറക്കി നീച്ചപ്പോൾ ഞാൻ പിന്നെയും ഓക്കെ ആയി. ചെറുതായിട്ടൊന്ന് മേലൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരത്ത് തിരിച്ച് നമ്മൾ റിട്ടേൺ പോകണം എന്ന് വിചാരിച്ചതേനി കേട്ടോ. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഒരു
രാവിലെ തന്നെ മനം ചെത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാമ വരുന്നുണ്ട്. മാമ പറഞ്ഞു ഇന്ന് പോവല്ലേ, ഇന്നൊരു ദിവസം കൂടി നിന്നിട്ട് നാളെ പോവാം, ഇന്ന് ഞാൻ വരുന്നുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ച് നിൽക്കാം, എനിക്ക് കുട്ടികളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് നിന്നു. അങ്ങനെ ബിരിയാണി ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിനിയത്. അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ മാമത KFC ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി കുട്ടികളെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ ഇത് തിന്നാൽ ബിരിയാണി പിന്നെ മക്കൾക്കാർക്കും വേണ്ടി വരില്ല. അതുകൊണ്ട് 1 കിലോ ബിരിയാണി ഉണ്ടാക്കാൻ നിന്ന് ഞാൻ പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ കുറച്ച് ചോറ് വെക്കും വേണമല്ലോ, അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചാണ് കുറച്ചു. ഒരു 2 നായൻ്റെ ചോറ് ഞങ്ങൾ വെച്ചിട്ടുള്ളതിന് കേട്ടോ. അതന്നെ ഒരുപാട് ബാക്കിയായിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ ബിരിയാണി ഇവിടെ എനിക്കാണ് പിന്നെയും കുറച്ച് ഒന്ന് ഉമ്മക്കിൻ്റെ അത്ര ഇങ്ങോട്ട് ഇതറിയില്ല കേട്ടോ. അപ്പം ഉമ്മ ഇജി വെച്ചാൽ മതി, ഇജി വെച്ചാലേ ശരിയാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് വെച്ചിട്ടുണ്ടായിനി അത് കേട്ടോ. അപ്പം വെക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അരിയിലും പിടിച്ചലും ഒക്കെ ഉമ്മയാണ് എല്ലാം തൊലി കളഞ്ഞ് സെറ്റാക്കി തന്നത്. നാത്തൂനും എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇങ്ങനെ കുക്കിങ്ങിന്റെ ആ ഒരു പാർട്ട് മാത്രം എനിക്കുള്ളതിന്, ബാക്കി അരിയിലും പിടിച്ചലും എല്ലാം ഓല തന്നെയാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞാനിതാ ആ ഒരു ദമ്പിടുന്ന ചെമ്പട്ടിയിൽ തന്നെ മസാല റെഡിയാക്കി, പിന്നെ വേറൊരു ചെമ്പട്ടിയിൽ ചോറ് വറ്റിച്ച് പിന്നെ ദാഹിദിക്ക് ദമ്മിട്ട് വീണ്ടും അടുപ്പത്ത് കുറച്ച് നേരം ഒന്ന് ഓലക്കൊടിയൊക്കെ കത്തിച്ച് വെച്ച് ബിരിയാണി ദമ്മിടൽ പരിപാടിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊന്ന് പനി ചെറുതായിട്ടൊരു പനി വന്ന്, പക്ഷെ ആ പനി മാറി. പിന്നെ മേല് ഒരു വേദന പോലെ ഇനിട്ടാ. എനിക്ക് തോന്നുന്നുണ്ട് മുഹറം 10 വെളിച്ചക്ക് ഞാൻ കുറച്ച് ഔലും ചായയൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായിന്. അതിന് പറ്റായിട്ടോ എന്താന്നറിയില്ല. അങ്ങനെ KFC പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടിക്ക് കയറുന്നത് റംബുട്ടാൻ പരിപാടി. മാമാന്റെ മൂത്തച്ഛന് ഈ റംബുട്ടാന്റെ കൃഷി ഉണ്ട് കേട്ടോ. അപ്പൊ മാമ കുറച്ചധികം റംബുട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനു. പിന്നെ അത് വിതരണം, അത് കയ്പും ആയിട്ടുണ്ടേന് അടുത്ത പരിപാടി. ഈ റംബുട്ടാൻ ഒരുമിച്ച് വെച്ച് ഫോട്ടോ എടുക്കാനൊന്നും ഇല്ല ക്ഷമയൊന്നും ഇവിടെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇമ്മ റംബുട്ടാന്റെ കീസായിട്ട് നടക്കേണ്ടേനി കേട്ടോ. അപ്പൊ എനിക്ക് ഇന്ന് തലയിട്ട് കണ്ട് ഞാനൊന്ന് കുറച്ച് വീഡിയോ എടുത്തതാണേ. പിന്നെ ഇതൊന്നും ഒരു പ്ലേറ്റിൽ വെച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് തൽക്കാലികം ഞാൻ അതിന്റെ തോടൊക്കെ പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുരും തൊലിയൊക്കെ കളഞ്ഞ് കൊടുത്തിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബിരിയാണി പരിപാടിക്ക് ഇരുന്നത് കേട്ടോ. കുട്ടികൾക്ക് ആർക്കും ബിരിയാണി വേണ്ടിയിട്ടില്ല ഇനിട്ടോ. കാരണം ഒരു KFCനെ പള്ള നിറച്ച് കഴിച്ചിട്ടുണ്ടേനു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഞാനൊരു ഇത്തിരി ബിരിയാണി കഴിച്ചു, പക്ഷെ എനിക്ക് എന്തോ ഒരു ചോരും വേണമെന്ന് തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞതിൻ്റെയൊക്കെ ആവാം, എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ കഴിച്ചപ്പോഴാണ് കുറച്ചൊക്കെ ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ 4-5 തലകൾക്ക് ഇവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഉറക്കം മിക്കവാറും 5 ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിക്കാണ് ഈ 5 ആളും തല കൂത്തി 3-4-5 നിൽക്കണത് കേട്ടോ. ജനക്കുട്ടനും മസിലുകുട്ടനും ഒക്കെ അതിന്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഓല് ഇവിടെ എന്തോ ഗെയിമൊക്കെ കാര്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നും പെടാത്ത കുഞ്ഞു പെണ്ണ് വരുത്തി ഞാനിവിടെ ഇട്ട പായിൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പായ് വിരിച്ച് എല്ലാവർക്കും കിടക്കാൻ വേണ്ടി പായ് വിരിച്ചതാണ് കേട്ടോ. അപ്പം മോളെ അതിൽ കൊണ്ടുവന്ന് കിടത്തിയതാണ്. ഓളും തന്നെ എല്ലാരും കൂടുമ്പോ പിന്നെ ഓൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഓളിങ്ങനെ കിടക്കുമ്പോൾ ആരെങ്കിലൊക്കെ ഓളെടുത്ത് ഉണ്ടായാൽ മതി, എന്നാ പിന്നെ ഓള് കുറേ സമയം ഇങ്ങനെ കിടന്ന് കളിക്കും കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലായി, അതായത് ഞായറാഴ്ച ഞങ്ങൾ പോരുന്ന ദിവസം കേട്ടോ. അപ്പൊ ഞാൻ ശനിയാഴ്ച പോരുന്നെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ മാമ ആ ഒരു ദിവസം കൂടി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞായറാഴ്ച നിന്നതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഞായറാഴ്ച മദ്രസ ഒക്കെ ഉണ്ടായിനി. ഒരു ദിവസത്തെ സ്കൂളും ഒരു ദിവസത്തെ മദ്രസും ഒക്കെ പോയിട്ടുണ്ടേനി കേട്ടോ. രാവിലെ പത്തിരി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ മഴയണേ. ഇത്രയും ദിവസം വേനൽക്കാലം ഇനിയല്ലോ, അപ്പൊ ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കല്ലുമ്മക്ക് തിരുമാനൊന്നും പോയിട്ടില്ല. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അലക്കൽ പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തിരിച്ചു കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് എണീച്ച് വന്നിക്കണ്. അപ്പൊ കുറച്ച് സമയം ഓളായിട്ടൊന്ന് സല്ലപിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുമല്ലോ, അപ്പൊ ഈ സുന്ദരിപ്പെണ്ണിനെ എനിക്ക് മിസ് ചെയ്യൂലേ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എടുത്ത് ഓളെ കുറച്ച് സമയമൊക്കെ ഒന്ന് കൊഞ്ചി കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. പിന്നെ ഇന്നലെ കണ്ട 3-4 തലകള് രാവിലെ നീച്ച പാടന്നെ കിടക്കപ്പായിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി കുഞ്ഞാത്താര് കുട്ടിക്കും വേണ്ടി 2 കുഞ്ഞാത്താര് അടിയാണ് ഇവിടെ. അടി വിടുക 2 കുഞ്ഞാത്താര് ഒരു ഇന്നിനിക്ക് വേണ്ടി അടി കൂടാ. ആ ഇന്നിനെ ഒക്കത്ത് വെച്ച് ഇന്നിനെ ഞങ്ങളൊക്കെ പോകുമ്പോട്ട് ഇന്നിനി കള്ളറ്റാവോ കക്കൻ കള്ളറ്റാവോ പച്ചുനി. പിന്നെ കുത്തി കൊടുക്കണ്ട വെല്ലിട്ടാ മതി. 2 ആള് അതൊന്നും അറിയണില്ല, നല്ല ഉറക്കില്ല.
അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി, പിന്നെ കടലക്കറി, പിന്നെ ഇന്നലത്തെ കുബൂസ്, ഇന്നലത്തെ ബിരിയാണി, അങ്ങനെ പല വിഭവങ്ങളുണ്ട് കേട്ടോ. ആർക്ക് എന്ത് വേണം അവനാൻ വേണ്ടതുപോലെ കഴിക്കാം എന്നുള്ള രീതിയിലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മത്തിന്റെ പഞ്ഞിലാണ്. പിന്നെ അതേപോലെ തന്നെ മത്തി കുറച്ച് വറ്റിച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ കുമ്പളങ്ങ കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ച്. ഇത് രണ്ടാം ട്രിപ്പാണ് കേട്ടോ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിക്കൻ പൊരിച്ചൽ മാത്രമേ ഉള്ളൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പരിപാടി കേട്ടോ. ബാക്കി ഓരോരുത്തർ ഓരോന്നായിട്ട് ചെയ്തതാണേ. ഇവിടെ മീനൊന്നും ഇപ്പൊ കിട്ടലേ ഇല്ല. പക്ഷേ മാമാന്റെ പെര ഇവിടെ മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് ആയതുകൊണ്ട് അവിടെ കടപ്പുറത്ത് കിട്ടിയ മീന് മാമ കുറച്ച് കൊണ്ടുവന്നതേനി കേട്ടോ. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്ന് ഞങ്ങൾ എങ്ങനെ തിരിച്ചു പോകും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ മഴക്കാലല്ലേ, മഴ പെയ്യണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. മഴ കൊണ്ട് ആസ്വദിക്കണേ, മഴ കണ്ട് ആസ്വദിക്ക. കടന്നുറങ്ങേണ്ട നേരം വന്ന് കണ്ടോ മയത്ത് നോക്കണേ. മയത്തല്ല നോക്കണം, മെച്ചിനായിട്ടാണ് നോക്കണേ. അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ വിരുന്ന് അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ബസ്സിന് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടേനിയത്. കുഞ്ഞുട്ടിക്ക് കുറച്ച് സമയത്ത് പണിയൊക്കെ ഉണ്ടായിനി. അപ്പൊ കുഞ്ഞുട്ടിക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റൂല പറഞ്ഞ്. അപ്പം മഴയൊക്കെയല്ലേ, അപ്പൊ എന്നാ മഴയത്ത് കുട്ടികളെയും കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മാമിയും അപ്പാപ്പയൊക്കെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് തിരിച്ചു പോയിട്ടുണ്ടായിനിയത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. ഞാൻ പരമാവധി കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നോക്കി. പക്ഷെ ചില ക്ലിപ്സ് ഒന്നും ഒഴിവാക്കാൻ തോന്നിയില്ല. പിന്നെ 2 വീഡിയോ ആക്കാനും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ പോകുന്നവർ കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.